ഈ ജനറൽ സർവീസിന് വേണ്ടി വേണ്ട ഈ സീല് മാറാൻ വേണ്ടി എടുത്തതാണ്. ഇതാണ് നല്ല കണ്ടീഷനുള്ള നല്ല സീലെന്ന് പറഞ്ഞത്. ഉണ്ടോ, ഈ സീൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എടുത്താണ്. ചേഞ്ച് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് കണ്ടത് ഓൾറെഡി ഇതിൻ്റെ റബ്ബർ വിട്ട് പോരാൻ തുടങ്ങി. ഇത് കണ്ടോ, റബ്ബർ ഓൾറെഡി അതിൽ നിന്ന് വിട്ടു പോകുന്നു. അപ്പോൾ നമ്മൾ ഈ സാധനം മാറിയില്ലെങ്കിൽ എന്നാ പറ്റാൻ പോകുന്നത് വെച്ചാൽ, ഓയിൽ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് കയറേണ്ട ഓയിൽ പുറത്ത് എഞ്ചിനകത്ത് തന്നെ ഒരു ഓയിൽ ലീക്ക് ഉണ്ട്. അതാണ് സംഭവിക്കുന്നത്. ഈ ക്ലച്ച് കവറിനകത്ത് എഞ്ചിൻ്റെ ക്രാങ്കിലോട്ട് പോകുന്ന ഓയിൽ ക്രാങ്കിലോട്ട് പോകുന്ന എഞ്ചിനകത്ത് തന്നെ വീണുകൊണ്ടിരിക്കും. അപ്പം നല്ലൊരു പണി കിട്ടി. ഇത് R15 V3 V2 ഇത് യമഹ FC ഇതിലെല്ലാം സർവീസ് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിച്ചാണ്. ഈ വണ്ടി യമഹ വണ്ടികളെ മാത്രമല്ല മറ്റ് പല വണ്ടികളിലും ഉള്ളൊരു സാധനമാണ് ഇങ്ങനെ ക്ലച്ച് കവറിലെ ഈ ഒരു സീല്. അപ്പോൾ നിസ്സാര വിലയുള്ളൂ, മാറ്റി വിട്ടേക്കണം. ഇത് ഫെയിലായി കഴിഞ്ഞാൽ അത്രയും വലിയ പണിയാണ് കിട്ടാൻ പോകുന്നത്. ഇത് ക്ലച്ച് കവറിലാണ് നമ്മൾ ഈ സീല് പിടിപ്പിക്കുന്നത്. പക്ഷേ ഈ സീല് വന്ന് കയറുന്നത് ക്രാങ്കിലോട്ട് ഇങ്ങനെ വന്നാൽ കയറുന്നത്. അപ്പം ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ഓയിൽ പോകാൻ വേണ്ടി ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ ഒരു ഹോളിനകത്ത് കൂടെയാണ് ഓയിലകത്തോട്ട് പോകുന്നത്. അപ്പോൾ ആ ഓയിൽ അതിനകത്തോട്ട് കൃത്യമായിട്ട് കയറിപ്പോകാൻ സഹായിക്കുന്ന ഈ സീൽ. ഈ സീലില്ലെങ്കിൽ ക്രാങ്കിലോട്ട് പോകുന്ന ഓയിലിൻ്റെ പ്രഷർ ഡ്രോപ്പായി പോകും. അങ്ങനെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പണി കിട്ടിയിട്ടുമുണ്ട് കേട്ടോ പല വണ്ടികൾക്ക്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സീല് കൃത്യമായിട്ട് മാറ്റി വിട്ടേക്കണം.